എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം മരണഭയം അനാവശ്യമാണോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ഡോക്ടർ ജോളിയോട് അറിയേണ്ടത്, ഈ മെഡിക്കൽ രംഗത്ത് പറയുമ്പോൾ ഒരു മരണം സംഭവിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്, അത് എങ്ങനെയാണ് വിലയിരുത്തുക, എങ്ങനെയാണ് അത് തിരിച്ചറിയുക, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും പല സംശയങ്ങളും പൊതുവെ ഉണ്ട്. ഇങ്ങനെ ബ്രെയിൻ ഡെത്ത് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ ഡെത്ത് കൺഫേം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ മെഡിക്കലി പറയുമ്പം ഒരാൾ ഡെത്ത് സർട്ടിഫൈ ചെയ്യുമ്പം യൂഷ്വലി നമ്മൾ ഇപ്പം ഒരു എമർജൻസി റൂമിലാണ്, അല്ലെങ്കിൽ സാധാരണ പഴയ ഞങ്ങൾക്ക് മെഡിസിനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അന്നാകെ നമുക്ക് ടൂൾസ് ഈ സ്റ്റെതസ്കോപ്പും പിന്നെ നമ്മൾ ലൈറ്റ് കണ്ണിലടിച്ചു നോക്കും. കണ്ണിലെ ലൈറ്റ് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കും, മൊത്തത്തിൽ ആൾ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുക, ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ നമ്മളെല്ലാം ലേമാനാണ് ഇനിയും ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്റ്റെത്ത് വെച്ച് നോക്കുക, പിന്നെ കണ്ണിൽ ലൈറ്റ് അടിച്ച് നോക്കുക. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പീപ്പിൾ ഡയലേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മൾ മരിച്ചിട്ടില്ല എന്നുള്ള ആൾക്കാണെങ്കിൽ അത് കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യും സാധാരണഗതിയിൽ. പക്ഷെ ചില മെഡിസിൻസിൻ്റെ ഇഫക്റ്റിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ചിലപ്പം വർക്ക് ചെയ്യണമെന്നില്ല, അതൊരു മെത്തേഡാണെന്നില്ല. പിന്നെ ഇപ്പം നമുക്ക് മോർ അഡ്വാൻസ്ഡ് ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ECG നോക്കാം. ECGയിലാണെങ്കിൽ ഫ്ലാറ്റ് ECG, ഹാർട്ട് ബീറ്റ് ഇല്ല. അതായത് ബേസിക്കലി സ്റ്റെത്ത് വെച്ച് നോക്കുന്നത് അതാണല്ലോ, ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല. പിന്നെ നമുക്കിപ്പോൾ ആണെങ്കിൽ ഒരു കാർഡിയോളജി യൂണിറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ എപ്പോഴും അൾട്രാസൗണ്ട് കാണും. അപ്പോൾ ഹാർട്ട് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ. ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ കാണാൻ പറ്റും, അതില്ലാന്ന് വരും. പിന്നെ നമ്മൾ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പം അവിടെ ഹാർട്ട് ബീറ്റ് നിൽക്കുന്നില്ല. ശ്വാസത്തിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഓൺ വെന്റിലേറ്ററിലായിരിക്കും. ഒരു ശ്വാസത്തിന് തടസ്സമുള്ളവരൊക്കെ ആണെങ്കിൽ വെന്റിലേറ്ററിലായിരിക്കും. ഹാർട്ടിന് തടസ്സം, ഹാർട്ട് ബീറ്റ് ഉള്ള ആള് ബ്രെയിനിന് ആക്ടിവിറ്റീസ് കുറഞ്ഞ് അവർ തിരിച്ചു വരില്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ബേസിക്കലി ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിലേക്കൊക്കെ പോകുന്നത്. അപ്പം അവർക്കൊരു മിടിക്കുന്ന ഹാർട്ട് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓർഗൻ എപ്പോഴും പെർഫ്യൂസ് ചെയ്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഓർഗൻ മാത്രമേ ബെനിഫിഷ്യൽ ആവുള്ളൂ. അപ്പം അതിൽ നമ്മളിപ്പോൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറയണമെങ്കിൽ ശരിക്കും ബ്രെയിനിൻ്റെ എല്ലാ ബ്രെയിൻ ആക്ടിവിറ്റീസും നിൽക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹാർട്ടിൻ്റെ ECG നോക്കുന്ന പോലെ ബ്രെയിനുണ്ട്, EEG ഉണ്ട്. EEGയിൽ നിൽക്കണം. പക്ഷെ നമ്മളിപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ബ്രെയിൻ ഡെത്തിലൊന്നും അത് ECG ഒന്നും ഫ്ലാറ്റ് ആകുന്നില്ല. ECG കുറച്ച് ഇതുണ്ടാകും. ചില മറ്റുള്ള കുറേ ക്യാരക്ടേഴ്സ് ബ്രെയിൻ മറ്റേ പീപ്പിൾ ഡയലറ്റേഷൻ അങ്ങനത്തെ ഒക്കെ പോയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും നോക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റഡീസ് ഉണ്ട്. ഈവൻ ബ്രെയിൻ ഡെത്ത് നമ്മൾ ഈ ഓർഗൻ ഈ മറ്റേ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റുമല്ലോ. അതായത് ബ്രെയിൻ ഡെത്ത് ആണെന്ന് കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പം വേണ്ട എന്നുള്ള, ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൻ്റെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ബ്രെയിൻ പിന്നെ എന്തവർക്ക് ബ്രെയിനിന് ചേഞ്ച് വരുന്നു, ECG ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറേ ഇതുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ബേസിക്കലി ഇതാണ്, ഹാർട്ടിൻ്റെ ബീറ്റ് ഉണ്ടോ അതാണ് ഫൈനലി നമ്മൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലെ എഴുതുമ്പം യൂഷ്വലി എഴുതുന്നത് കാർഡിയോ പൾമണറി അറസ്റ്റ് എന്നാണ്. ഹാർട്ടും ലങ്സും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സർക്കുലേഷൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണം സംഭവിച്ചു എന്നാണ് നമ്മൾ യൂഷ്വലി എടുക്കുക. പിന്നെ ബാക്കിയുള്ളതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം അനക്കമില്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ബ്രെയിനിൻ്റെ EEGയിലേക്കൊന്നും ഒരിക്കലും നമ്മളൊരു സർട്ടിഫിക്കേഷൻ പോയിന്റിൽ പോകാറില്ല. ശരിക്കും ഇപ്പം ശാസ്ത്രം പല രീതിയിലും വളർന്നു. എല്ലാ കാര്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ അറിവ് നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മരണത്തെ പറ്റി മാത്രം ഒരു കാര്യമായ ഒരു പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഉള്ള ഒരു അഭിപ്രായമുണ്ട് മരണശേഷം ഉള്ള കാര്യങ്ങളെ പറ്റി. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പം ഈ മോഡേൺ മെഡിസിനിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പല സ്റ്റഡീസ് ഇങ്ങനെ പല
മെഡിക്കൽ ഡോക്ടേഴ്സും അല്ലാത്തവരും സയൻറ്റിസ്റ്റും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തെ പറ്റി ഇപ്പം എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക? മനുഷ്യൻ എക്കാലത്തും ആഗ്രഹിക്കുന്ന എന്താ, എവിടെന്നാ വരുന്നേ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ, അതറിയാൻ എല്ലാവർക്കും ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അത് മനുഷ്യരുണ്ടായ കാലം മുതൽ ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു നമ്മുടെ മോഡേൺ ആധുനിക കാലത്തെ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1900s 1900 അതിന് തൊട്ട് മുമ്പ് മുതലുള്ളത് നമുക്ക് റെക്കോർഡിക്കലായിട്ടുണ്ട്. അത് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളതിനേക്കാളും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വന്നവരെ കുറിച്ചുള്ള സ്റ്റഡീസാണ്. അതായത് ഏകദേശം മരണത്തിൽ കണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ശരിക്കും മരിച്ചിട്ട് ആരും തിരിച്ചു വരുന്നില്ലല്ലോ, പിന്നെ അവർ പറയാനായിട്ട് വരുന്നില്ല. പക്ഷെ എല്ലാവരും മരിച്ചു എന്ന് എഴുതി തള്ളി ഓർ ഇപ്പം നമ്മൾ കാർഡിയോളജി ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു. കാർഡിയാക് അറസ്റ്റ് വന്ന് നമ്മൾ വീട്ടിൽ ഇരുന്നാണ് കാർഡിയാക് അറസ്റ്റ്, അതായത് ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ CPR ഒക്കെ കൊടുക്കുന്നതാണ്. അത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ അന്നേരം തന്നെ റിവൈവ് ചെയ്തില്ലെങ്കിൽ 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവൈവ് ചെയ്താലും പിന്നെ അവർക്ക് ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ടാവും, പിന്നെ അവർക്ക് ബോധമൊന്നും തിരിച്ചു വരികയില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാം പലരും കുറേ ദിവസം വെന്റിലേറ്ററിൽ കിടന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചു എന്നുള്ളത്. അതേസമയത്ത് കാർഡിയോളജി യൂണിറ്റിൽ, അതായത് ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ പല ഡോക്ടേഴ്സ് ഇപ്പോൾ സ്റ്റഡി നടത്തിയിരിക്കുന്നത് പലരും കാർഡിയോളജിസ്റ്റാണ്, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്. അങ്ങനത്തെ കുറേ സ്റ്റഡീസ് വന്നിട്ടുണ്ട് ഇപ്പം. അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അതായത് ഹാർട്ട് നിന്നുപോയി അവർ റിവൈവ് ചെയ്തെടുത്തവരുടെ എക്സ്പീരിയൻസ്. അത് ഒരു 1900 അതിന് മുമ്പ് തന്നെയും കുറച്ച് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. 1800s എൻഡിലൊക്കെ ഈ ക്ലിഫ് ക്ലൈംബിംഗ് ഒക്കെ ചെയ്യുമല്ലോ, ഇങ്ങനെ വലിയ പൊക്കത്തൂടെ ഇങ്ങനെ വന്ന് ഈ പർവ്വതം ആരോഹകർ അങ്ങനത്തെയൊക്കെ വന്നിട്ട് താഴേക്ക് വരുമ്പോൾ അവർക്ക് ഫോൾ വന്നു കഴിഞ്ഞിട്ട് അവർ മരിക്കാത്ത ആൾക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസ് സ്റ്റഡീസ്, പിന്നെ യുദ്ധത്തിലൊക്കെ വെച്ചിട്ട് മരിച്ചുപോയി എന്നൊക്കെ വരെ എത്തിയിട്ട് പിന്നെ അവർ റിവൈവ് ചെയ്ത് വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ ആക്സിഡൻറ്റുകളിൽ നിന്നുള്ള രക്ഷപ്പെട്ടു വന്നവരുടെ കുറേ സ്റ്റഡീസ് ഉണ്ട്. അത് നമ്മളുടെ ഈ മോഡേൺ സയൻസ് അത്രയും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. ഇനി മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്റ്റഡീസാണ് നിയർ ഡെത്ത് സ്റ്റഡീസ് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ് ന്യൂറോ സയൻറ്റിസ്റ്റ്, ഒരു ഡോക്ടർ ലില്ലി, ഈ ഈ ഐസൊലേഷൻ ടാങ്ക്സ് ഒക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു സ്റ്റഡീസൊക്കെ കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ ഈ നിയർ ഡെത്ത് NED, ഇംഗ്ലീഷിൽ പറയുമ്പോൾ NED നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അങ്ങനത്തെ സ്റ്റഡീസിനെ കുറിച്ച് അപ്പോൾ പേര് കോയിൻ ചെയ്ത അദ്ദേഹമാണ്. അതിൽ കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത് മോർ സ്റ്റഡീസിലേക്ക് കൊണ്ടുവന്ന ഒരു ഡോക്ടർ മൂഡി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അവരൊക്കെ ഈ ഒരു 1940s ജനിച്ചവരാണ്. അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ഓൾമോസ്റ്റ് 40 years, അതായത് മെഡിക്കൽ ഡോക്ടേഴ്സായി അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, ഡോക്ടർമാരായിട്ട് നടത്തിയിരിക്കുന്ന സ്റ്റഡീസാണ്. പിന്നെ ഇതിലൊരു മേജർ സ്റ്റഡീസ് വന്നിരിക്കുന്നത് ലാൻസെറ്റിൽ, അതായത് നമ്മുടെ മെഡിക്കൽ ജേർണൽസിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത്തരം സ്റ്റഡീസ് മാത്രമേ മെഡിക്കൽ ജേർണൽസിൽ ഇടാൻ പറ്റുള്ളൂ. അത്തരം ഒരു ഡച്ച് കാർഡിയോളജിസ്റ്റ് നടത്തിയൊരു സ്റ്റഡി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു 2007 ലാൻസെറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അറൗണ്ട് 300 സംതിങ് നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. ആ സ്റ്റഡീസിൻ്റെയും റിസൾട്ട് ഉണ്ട്. അതൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ കാർഡിയോളജിസ്റ്റും ഇങ്ങനെയുള്ളവർ നോക്കിയിരിക്കുന്ന ഒന്ന് സൈക്കോളജിസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അല്ലെ അവരുടെ പല ഡോക്ടേഴ്സിൻ്റെ, ഇപ്പം ഈ ഡോക്ടർ മൂഡി എന്ന് പറഞ്ഞ അദ്ദേഹം ഡോക്ടർ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, ഹീസ് ഓൾസോ ഡോക്ടർ. ആ ഡോക്ടർക്ക് 20-ാം വയസ്സിൽ അദ്ദേഹം ഈ ലേക്കിൽ വീണ് ഒരു മുങ്ങി മരണം പോലെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലേക്കിന് താഴേക്ക് പോയി. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസ് ഇത്രയും, അത് ആരോടും പറഞ്ഞില്ല, കാരണം എല്ലാവരും ഇതൊക്കെ തോന്നലാന്നല്ലേ പറയുള്ളൂ. അപ്പം ഈ ഡോക്ടർ മൂഡിയായിട്ട് ഇവർ വെരി ക്ലോസ് ആയിരുന്നപ്പം ഡിസ്കസ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം പിന്നെ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് തുടങ്ങുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ഒരു 40 years, I think he's now also living, and many books
പബ്ലിക്കേഷൻസും ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഈ സബ്ജക്റ്റിൽ. അപ്പോൾ അദ്ദേഹമാണ് ഒരു ഇത്തരം സ്റ്റഡീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഡച്ച് ഈ ലാൻസിറ്റി വന്നിരിക്കുന്ന സ്റ്റഡീസ്, അങ്ങനെ സോ മെനി സ്റ്റഡീസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാം മെഡിക്കൽ ഡോക്ടേഴ്സ് നടത്തിയിരിക്കുന്ന സ്റ്റഡീസാണ്. അപ്പോൾ പല എല്ലാം തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ. കാരണം നമുക്കിവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് അത്ര ഫെസിലിറ്റീസ് ഇല്ലല്ലോ. ഈവൻ ആക്ച്വലി അമേരിക്കയിൽ ഏകദേശം 2011 പറയുന്നത് ഏകദേശം 9 മില്യൺ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതിൽ ഏകദേശം അറൗണ്ട് 700 to 900 നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എവറി മന്ത് ഓർ എവറി ഡേ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം നമ്മളുടെ ഇവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ റിസസിറ്റേഷൻ ഫെസിലിറ്റീസ് ഒത്തിരി കൂടുതലുണ്ടല്ലോ. അപ്പം എങ്ങനെയെങ്കിലും പേഷ്യൻസ് ഹോസ്പിറ്റലിലുണ്ടെങ്കിൽ അവരെ റിവൈവ് ചെയ്യാനായിട്ട് നോക്കും. അപ്പം അവർക്ക് അതുകൊണ്ടുള്ള ആണ് ഇങ്ങനെ കൂടുതൽ അവിടെ ഉള്ളവർക്ക് ഈ എക്സ്പീരിയൻസിൽ, അതായത് ഹാർട്ട് നിന്ന് പോയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ഓർ അതിൻ്റെ ആ സെറ്റപ്പ് വെച്ചിട്ട് ഉള്ള സ്റ്റഡീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം സ്റ്റഡീസ് വന്നാലല്ലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ ശരിക്കും ഈ ഡോക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ഡോക്ടേഴ്സ് ആണല്ലോ പൊതുവെ ഈ ഇതുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഡോക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പാലിയേറ്റീവ് കെയറിനൊക്കെ എത്രമാത്രം പ്രസക്തിയുണ്ട് ഇങ്ങനത്തെ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അറിവോടുകൂടി അത് കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്? നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ ഇതിൽ കൂടെ കടന്നുപോയൊരു മെജോറിറ്റി, അതായത് ഈ സ്റ്റഡീസിൻ്റെ റിസൾട്ടിൻ്റെ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഹാഡ് എ വെരി ഹാപ്പി എക്സ്പീരിയൻസ് എന്നാണ്. അതായത് ആക്ച്വലി പലരും പറയുന്നത് നമ്മളൊരു ടൈറ്റ് ഷൂസിൽ നിന്ന് പുറത്ത് കാലെടുത്ത് ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ഡോക്ടർ മൂഡിയുടെ സ്റ്റഡി, അദ്ദേഹമാണ് അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഒരു 7-9 സ്റ്റെപ്സ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അത് സ്റ്റഡി ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പറയുന്നത്. അപ്പം അതിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇതിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ട്. സാറിന് ഈ സ്റ്റഡീസൊക്കെ നടത്തിയ പല മെയിൻ ഡോക്ടേഴ്സും അവർ ഇങ്ങനെ റിലീജിയസ് ഒന്നും ആയിരുന്നവരല്ല, പലരും എത്തിസ്റ്റ് ആയിട്ടിരുന്നവരാണ്. അല്ലെ ഒരു എത്തിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന അല്ലാത്തവരും ഉണ്ട്, ക്രിസ്ത്യൻ. കാരണം വെസ്റ്റേണേഴ്സ് എല്ലാം ഐദർ ക്രിസ്ത്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസ് പലരും, ഇപ്പോഴത്തെ മോഡേൺ ആൾക്കാർ പലരും എത്തിസ്റ്റാണ്. വെസ്റ്റേൺ കൺട്രീസിൽ അത് വളരെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു എത്തിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ ഉള്ളവരാണ് ഈ ഡോക്ടേഴ്സ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. അല്ലാത്ത പേഷ്യൻസ് ആണെങ്കിലും അങ്ങനെ പല ഇതിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് നെറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ ഈവൻ ഡോക്ടേഴ്സ് ദംസെൽഫ് അവരതിൽ കൂടെ കടന്നുപോയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാത്ത ഡോക്ടേഴ്സ് എഡ്യൂക്കേറ്റഡും ഇപ്പം വെസ്റ്റേൺ ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതിലേക്കൊക്കെ വന്നൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നവരൊക്കെ മിക്കവാറും വെരി ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിരിക്കും. ഇല്ലിറ്ററേറ്റോ അങ്ങനത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്നല്ല ഈ സ്റ്റഡീസൊക്കെ വന്നിരിക്കുന്നത്. അപ്പം അതിലൊക്കെ ഒരു കോമൺ നേച്ചർ വന്ന് അതിനകത്ത് കോമൺ നേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ മോഡി ഒരു 9 പോയിന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിലത് കോമൺ ആയിട്ട് കാണുന്നത്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അവർ പെട്ടെന്ന് അവരുടെ വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്നു. അവർ പതുക്കെ എലിവേറ്റഡ് ആകുന്നു. അവരുടെ ഇതിൽ പറയുമ്പോൾ മുകളിൽ പൊങ്ങി നിൽക്കുന്നത്. അവർക്ക് പലർക്കും ഇപ്പം ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ ഒരു ICUയിലൊക്കെ ബെഡായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് അവർക്കെല്ലാം അവിടെ നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇപ്പം ചിലർക്ക് കണ്ണട ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളായിരിക്കും, അല്ലെങ്കിൽ ചിലർ ബ്ലൈൻഡോ അല്ലെങ്കിൽ അതോ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പോലും ആ സ്റ്റേജിൽ അവിടെ നടന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം ചിലരൊക്കെ അൺകോൺഷ്യസ് ബോധമില്ലാതെ റൂമിൽ കൊണ്ടുവന്ന ആൾ, അവർക്ക് ഈ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർക്ക് ഏത് ഡോക്ടറാണ് അവരെ റിസസിറ്റേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് നേഴ്സായിരുന്നു അവരെന്താ ചെയ്തത്, അങ്ങനെയൊക്കെ പേഷ്യൻ്റ് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഡോക്ടേഴ്സൊക്കെ ഇൻട്രസ്റ്റഡ് ആയത്. അതായത് അവർ ബോധമില്ലാന്ന് നമുക്ക് വരുമ്പോൾ അറിയാം, ഒന്നും അറിയാൻ മേലാതെ. അവിടെയൊക്കെ പലയിടത്തും ഇത് കോൾഡ് ആണല്ലോ.
ഈ തണുത്ത് മറ്റേ ഒന്നും ഇല്ലാത്ത ഒന്നും പൾസും ഒന്നും ഇല്ലാത്ത നിലയിൽ കൊണ്ടുവന്ന ആള് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്നു, എന്നെ ഈ ഡോക്ടറായിരുന്നല്ലോ എന്നെ പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോൾ ഡോക്ടറല്ലേ എൻ്റെ ഈവൻ ഒരു പേഷ്യൻ്റ് പറഞ്ഞായിട്ട് പറയുന്നുണ്ട്, അവർക്ക് ആർട്ടിഫിഷ്യൽ ഡെഞ്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇവർ റീസസിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഈ ഡെഞ്ചർ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം വന്നപ്പം നഴ്സ് ഡോക്ടറോട് പറഞ്ഞു, ഓ യു ഓൺലി ടുക്ക് മൈ നിങ്ങളാണ് എൻ്റെ ഡെഞ്ചർ എവിടെയാണ് വെച്ചത്. അപ്പം ഈ ഡോക്ടറും നഴ്സും ആണ് സർപ്രൈസ്ഡ് ആയി. കാരണം എങ്ങനെയാണ് ഇവർ ഈ ബോധമില്ലാത്ത ആള് ഞാനാണ് മാറ്റിയെന്നും അത് താഴെ ഒരു കബോർഡിൽ എന്തായിരുന്നു വെച്ചിരുന്നത്, അങ്ങോട്ടിട്ടു, ബേസിക്കലി അങ്ങോട്ടിട്ടു, അന്ന് യു റിമൂവ് ദാറ്റ് എന്ന് പറഞ്ഞെന്നുള്ള. അപ്പം അവർക്ക് അങ്ങനെയുള്ള പല എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് ഇവർക്ക് ഇങ്ങനത്തെ സ്റ്റഡീസിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് അവർ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു എലിവേറ്റഡ് ആവുന്നു, നമ്മളൊരു റിലാക്സ്ഡ് ആവുന്നു. അത് കഴിഞ്ഞ് ദേ ആർ ട്രാവലിംഗ് ത്രൂ എ ടണൽ ആൻഡ് ദേ ആർ സീയിങ് ഒരു ലൈറ്റ് പോലെയുള്ളത് കാണുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 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 അവരൊക്കെ പറയുന്ന ഒരു ബ്ലിസ്ഫുൾ ലൈറ്റ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. പിന്നെ ഈ പലരും ഇപ്പോൾ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ഏഞ്ചൽസിനെ കണ്ടെന്നും, അതുപോലെ ഇവിടെ നിന്നുള്ള ഹിന്ദു ആൾക്കാരും അവിടെ പോകുന്നുണ്ടല്ലോ, ഹിന്ദു ഇതിലെ ആൾക്കാരാണെങ്കിൽ പറയുന്നത് നമ്മുടെ യമ ദൂതന്മാരെ കണ്ടു എന്നുള്ളത്. പക്ഷെ അതൊന്നും ആർക്കും ഒരു അൺപ്ലസന്റ് എക്സ്പീരിയൻസ് ആയിട്ടല്ല പറയുന്നത്. ഒരു ലൈറ്റ് ഓഫ് ബ്ലിസ് ഓർ ലൈറ്റ് ഓഫ് ലവ്, അപ്പോൾ ഒരു ഓൾ എൻകംപാസിങ് ലവ്, അങ്ങനെയൊക്കെയാണ് അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതായിട്ടും അവിടെ ചെല്ലുമ്പം നമ്മളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണുന്നത്, ഈവൻ ദ പെറ്റ്സിനെ കാണുന്നത് പോലും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ലൈഫ് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ അവരുടെ ഹോൾ ലൈഫിലെ കാര്യങ്ങൾ കാണുന്നതും, നമ്മളുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ എങ്ങനെ ബാധിച്ചു, നമ്മളെ എങ്ങനെ ബാധിച്ചു, ആ പേഴ്സണെ എങ്ങനെ ബാധിച്ചു, മറ്റൊരാളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു നമുക്കൊരു TV ഷോ പോലെ കാണുന്നതായിട്ടും പലരും എന്നല്ല, മിക്കവാറും കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചർ അതാണ് അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ ഡോക്ടേഴ്സ് ഈ സ്റ്റഡി നടത്തിയവർ പറഞ്ഞിരിക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഞാൻ പറയുന്നത്, അതും കൂടെ ഓർക്കണം. ഇത് ഡോക്ടർ ഇതെല്ലാം പറയുന്നുണ്ട് എന്താ പോയിട്ട് വന്നതാണോ എന്നുള്ള അതല്ല, ഇതൊന്നും എൻ്റെ എക്സ്പീരിയൻസ് അല്ല. ഞാൻ ഈ പറഞ്ഞ സ്റ്റഡീസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സ്റ്റഡി നടത്തിയ ഡോക്ടർമാരും ഇങ്ങനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളവരല്ല സ്റ്റഡി നടത്തിയിരിക്കുന്നത്. നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ കൂടെ കടന്നുപോയവരെ സ്റ്റഡി ചെയ്തിരിക്കുന്നവരാണ്. അല്ലാതെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വന്ന് ഡോക്ടേഴ്സ് അവരുടെ സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ബുക്സും അങ്ങനത്തെ ഒക്കെ ഉണ്ട്, ഈവൻ ഇൻ്റർവ്യൂസും അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ഈ സ്റ്റഡി എന്ന് പറയുന്ന ആൾക്കാരും ചെയ്തവരൊന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്തവരല്ല. അവർ ഓരോ പേഷ്യൻറ്റിനും ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ സ്റ്റഡി ചെയ്തിരിക്കുന്ന. പിന്നെ അവർ എന്തിനു തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് തിരിച്ചു പോരാൻ നിങ്ങളുടെ ഫാമിലിയുടെ ചിലർക്കൊക്കെ ചോയ്സ് കിട്ടി, നിങ്ങൾക്ക് പോകണോ തിരിച്ചു പോകണോ അതോ പോകണ്ടാണോ. അപ്പോൾ ചോയ്സ് കിട്ടി ചിലർ തിരിച്ചു പോകുന്നവർ അവരുടെ ഡിയർ വൺസിന് കെയറിന് വേണ്ടിയിട്ട് തിരിച്ചു വന്നവരാണ്. അല്ലാതെ വന്നവർ നിങ്ങളോട് അവരുടെ പേരൻസോ അതായത് മരിച്ചുപോയി അവിടെ ചെന്ന് കണ്ട പേരൻസോ അങ്കിൾസോ അങ്ങനെയുള്ളവർ കൊണ്ടുവന്ന് തിരിച്ചു വിടുന്നത് പോലെയുള്ള എക്സ്പീരിയൻസോ അങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തർക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ജനറലി ഇങ്ങനത്തെ പല സ്റ്റഡീസിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഈ ആഫ്റ്റർ ഡെത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഒരാൾക്ക് വന്നാൽ അയാൾക്ക് തോന്നുകയാണ് ഇത് ആഫ്റ്റർ ഡെത്ത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് അയാൾക്ക് ഉറപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് രീതി വന്നാൽ അയാളുടെ ആ ഇൻട്രസ്റ്റ് ഇവിടെ ഇപ്പോൾ ഈ ഉള്ള ജീവിതത്തിൽ അയാളുടെ ഇൻട്രസ്റ്റിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. എന്താ കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ആൾക്കാർ പൊതുവെ അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവാം, അസുഖങ്ങളുണ്ടാവാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ആഫ്റ്റർ ലൈഫിനെ പറ്റി ഈ പറയുന്ന പോലെ ഒരു
ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ്, കുറേം കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ കുറേം കൂടെ കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഒരു 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 തോന്നിയാൽ അവർ ശരിക്കും ഈ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി അപ്പുറത്തോട്ട് കിടക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താൻ ചാൻസ് ഇല്ലേ? ആക്ച്വലി ഈ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ആർക്കും തന്നെ തിരിച്ചു വരാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അതായത് ലൈഫിൽ കുറേ ഇപ്പം കൊച്ചുമക്കളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ജോലികൾ തീർത്തിട്ടില്ല എന്ന് തോന്നിയിരിക്കുന്നവർ മാത്രമാണ് വില്ലിങ്ലി തിരിച്ചു വന്നിരിക്കുന്നത്. പിന്നെ അവരെല്ലാവരും ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ജനറലി പറയുന്നത്. അവരുടെ അതും സ്റ്റഡി നടത്തുന്നുണ്ട്. ഇതെല്ലാം ഫോളോ അപ്പ് സ്റ്റഡീസും കൂടെ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഒരു 1970s ഈ മേജർ സ്റ്റഡീസ് എല്ലാം തുടങ്ങുന്നത്. ഇപ്പം 1970s ഓൾമോസ്റ്റ് 55 years ആയല്ലോ. അപ്പം അത്രയും ലോങ് സ്റ്റഡീസ് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിനെ കുറിച്ചും പറയുന്നുണ്ട്. ചിലര് അവരോട് തന്നെ പറയുന്ന ഇപ്പം ക്യാൻസർ ഒരു ഡോക്ടർ നടത്തിയ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് നടത്തിയ സ്റ്റഡീസ് ഉണ്ട്. അപ്പം അതെല്ലാം ക്യാൻസർ പേഷ്യൻസിലാണ്. അപ്പോൾ പലരും അത് കഴിഞ്ഞിട്ട് അവരുടെ ഹീലിംഗ് ഈസി ആവുന്നുണ്ടെന്നുള്ളതാണ്. ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്നിട്ട് ആ പേഷ്യൻ്റ് തന്നെ പറയുന്നത് ദേ ലേൺഡ് ഹൗ ടു ഹീൽ ദംസെൽഫ്. അവർക്ക് തന്നെ അവരെ സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പല കാര്യങ്ങളും മനസ്സിലായി. പിന്നെ ഈ പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലോ, യുദ്ധഭൂമിയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഇഞ്ചുറി വന്നിട്ട് വന്നിട്ടിരിക്കുന്നവർ, അവർക്ക് പിന്നെ ആ ഫീൽഡിലേക്ക് പോകാൻ പറ്റാതായി. കാരണം ഈ ഒരു വൺനെസ്, എല്ലാം ഒന്നാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്തെല്ലാം വരുന്നത് ഫൈനലി പറയുമ്പം ഈ എക്സ്പീരിയൻസിൽ കൂടെ പോയവർ പറയുന്നത് ആ ഒരു നമ്മളെല്ലാം വേറെ വേറെ എന്നുള്ളതിനേക്കാളും കൂടുതൽ എല്ലാം ഒന്നിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. അപ്പം അവർക്ക് പിന്നെ വെടിവെക്കാനോ ഒന്നും ഉള്ള ഒരു ശേഷി വരികയില്ല. അവർക്ക് അതിനെക്കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒരു കില്ലിങ് രീതിയിലോ ഒരു തോക്കിൻ്റെ കഞ്ചി വലിക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നില്ല. അപ്പം അവരെ പ്രൊഫഷൻ തന്നെ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ പലർക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് മരണത്തെക്കുറിച്ചുള്ള ഒരു ഫിയർ പിന്നെ അവർക്ക് വരുന്നില്ല എന്നാണ്. അവർക്ക് പിന്നെ മരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഫിയറേ അങ്ങനത്തെ കഴിഞ്ഞു പോകുന്നവർക്കില്ല. വീണ്ടും ഒരു മരണത്തെ അവർ ഭയപ്പെടുന്നേ ഇല്ല. പിന്നെ ഇങ്ങനെ ചില പ്രൊഫഷനിലുള്ളവർ, ഇപ്പം പട്ടാളക്കാർ പോലുള്ളവർക്ക് അതിലേക്ക് പിന്നെ അവർക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ ഈ സ്വത്ത് സമ്പാദനം, അതായത് മെറ്റീരിയൽ ഗെയിൻസ്, നമ്മളുടെ അങ്ങനത്തെ പ്ലഷർ, അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള താല്പര്യം കുറയും. അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ അതൊരു ഫാമിലി ലൈഫിൽ പ്രോബ്ലം വരുന്നു. അതായത് ഫാമിലി ലൈഫിൽ ഇപ്പം ഒരാളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നമ്മൾ സാധാരണക്കാരാണ്, അവർക്ക് നമുക്ക് എപ്പോഴും മെറ്റീരിയൽ ഗെയിൻ ആണല്ലോ എപ്പോഴും നോക്കുന്നത്. കൂടുതൽ പൈസ ഉണ്ടാവണം, കൂടുതൽ സ്വത്ത്, കൂടുതൽ കാറ്, കൂടുതൽ വലിയ വീട്, ഇതൊക്കെയല്ലേ. അപ്പം അങ്ങനത്തെ താല്പര്യങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഫാമിലി അവിടെയൊക്കെ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലാകുമ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിനൊക്കെ കുറച്ചും കൂടെ കുറച്ചുകൂടെ ഫ്ലിംസി ആണല്ലോ. അപ്പം പലപ്പോഴും സെപ്പറേഷൻ ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ഇപ്പം ഈ ലോങ് ഡിസ്റ്റൻസ് സ്റ്റഡീസ് വരുമ്പം അപ്പം വൈഫിന് മോർ മെറ്റീരിയൽ ഇൻട്രസ്റ്റ് ആണ്, ഈ ഹസ്ബൻഡിൻ്റെ അങ്ങനത്തെ ഇൻട്രസ്റ്റുകളൊക്കെ പോന്നു കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റാതെ വരും. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ മോർ ലവിങ്, മോർ കംഫർട്ടബിൾ ആ രീതിയിലേക്ക് വരികയാണ് ഇന്ന്. അപ്പം പലരും പറയുന്നത് ഞാൻ തിരിച്ചു വന്നത് തന്നെ ഇതൊക്കെ എല്ലാവരോടും പറയാനാണെന്നുള്ളതാണ്. പക്ഷെ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുകയില്ല. മരിച്ചു എന്ന ആൾ തിരിച്ചു എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്കും വിശ്വാസം വരികയില്ല. ഈവൻ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇത്തരം സ്റ്റഡീസ് ചെയ്യുമ്പോൾ കൊളീഗ്സ് തന്നെ, മറ്റു ഡോക്ടേഴ്സ് തന്നെ അവരെ റിഡിക്യൂൾ ചെയ്യുന്നത്. സയൻറ്റിഫിക് ബോഡീസ് എല്ലാം റിഡിക്യൂൾ ചെയ്യും. പിന്നെ ഇവർക്ക് ഫണ്ട് കിട്ടുകയില്ല. അപ്പം എല്ലാത്തിനും ഇപ്പം ഒരു സ്റ്റഡി, ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എല്ലാ സ്റ്റഡീസിനും ഫണ്ട് അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. അപ്പം എല്ലാത്തരം സ്റ്റഡീസിനും ഒന്നെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് അലോ ചെയ്യുന്ന ഫണ്ടാണ്, അല്ലെങ്കിൽ ഈ മെഡിക്കൽ കമ്പനീസാണ്. മെഡിക്കൽ കമ്പനീസിന് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അങ്ങനെ വെറുതെ ഇങ്ങനത്തെ സ്റ്റഡീസിന് കൊടുക്കുകയില്ലല്ലോ. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്റ്റഡീസ് അവർ സെൽഫ് ഇൻട്രസ്റ്റ്, അവനവൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ്. പിന്നെ കുറച്ചൊക്കെ ഒരു ചില സെൻറ്റേഴ്സൊക്കെ മാത്രം കുറച്ചൊക്കെ ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വെരി ഡിഫിക്കൽട്ടാണ്. ഈവൻ സ്റ്റഡി ചെയ്യുന്ന ഡോക്ടേഴ്സും അവർക്ക് പലപ്പോഴും പബ്ലിഷ് ചെയ്യാൻ സ്ഥലം കിട്ടുകയില്ല.
കാരണം ഇങ്ങനത്തെ സ്റ്റഡീസ് ഒന്നും പബ്ലിഷ് ചെയ്യാൻ മെഡിക്കൽ ജേർണൽസിനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം അത് മെഡിക്കൽ ജേർണൽസ് എല്ലാം ഈ ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് അവരുടെ. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പം നമ്മൾ ഞാനും ഇതിനെക്കുറിച്ച് നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. സോ ഇത്രയും സ്റ്റഡീസ് ഉണ്ടായിരുന്നു, ഞാനൊരു ഡോക്ടറായിട്ട് പോലും ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ട്. ഇപ്പം ഇത്രയധികം ഡീറ്റെയിൽഡ് സ്റ്റഡീസും നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സ് നടത്തിയ സ്റ്റഡീസ്, അത് തന്നെ അവർ വളരെ കെയർഫുള്ളായിട്ട് ഓരോന്നിൻ്റെയും നമ്മളൊരു മെഡിക്കൽ സ്റ്റഡി നടത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തുന്ന ബേസിൽ തന്നെ നടത്തി ഇത്രയും സ്റ്റഡീസ് ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇങ്ങനത്തെ ഒന്നും നമ്മൾ ഈ പുഷ് ചെയ്ത് വിടുന്നതാണ് നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഈ ഇപ്പം നമ്മൾ എവിടെയായാലും ഒരു ചെറിയ ഒരു ഒരു പുതിയ മെഡിസിൻ്റെ ഒരു ട്രയൽ പോലും നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അത് മുമ്പിൽ പറയും, ഇവിടെ കണ്ടുപിടുത്തം നടത്തിയെന്ന്. അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് വരും. കാരണം അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ അതിൻ്റെ പുറകിലൊരു ബിസിനസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ബിസിനസ് ഇല്ലല്ലോ. ഇതിപ്പം സെർച്ച് ചെയ്യുന്നവർ മാത്രമേ ഇത് കണ്ടുപിടിക്കുകയുള്ളൂ. അവനവന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവനവൻ നോക്കിയാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പക്ഷേ ഈ ഇങ്ങനത്തെ ഇതൊക്കെ വന്നിരിക്കുന്നതൊക്കെ അവരൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും ഈ സയൻറ്റിഫിക് സ്റ്റഡീസിൻ്റെ പബ്ലിക്കേഷൻ്റെ ലിമിറ്റേഷൻ കാരണം പലപ്പോഴും അവർ അതിൻ്റെയൊക്കെ ബുക്കായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെരി ഹൈ വ്യൂവർഷിപ്പ് ബെസ്റ്റ് സെല്ലറിലേക്കൊക്കെ വരുന്ന ബുക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് കുറവുള്ളത്. ഇതിനെക്കുറിച്ചുള്ളതൊക്കെ കുറച്ചും കൂടെ വെസ്റ്റേൺ കൺട്രീസിൽ ഇതിനൊക്കെ കുറച്ചും കൂടെ ആൾക്കാർ ഈ സ്റ്റഡീസും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത്. അവിടെ നിന്നാണ് കൂടുതൽ നമ്മളെ ഇന്ത്യൻ ലിറ്ററേച്ചറിലൊന്നും കാര്യമായിട്ട് വരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ആക്സെപ്റ്റൻസ് ആയിരിക്കും. നമ്മളുടെ ഇവിടെയും പേഷ്യൻസിനൊന്നും ഇത് ഇല്ലായിരുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ പറയാനുള്ള മടി തന്നെ, രോഗികൾ തന്നെ പറയുകയില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഡോക്ടർ അമേരിക്കയിലുള്ള ഡോക്ടർക്ക് പറയാൻ മടിയായതുകൊണ്ട് അദ്ദേഹം മെഡിസിനും പഠിച്ചു കഴിഞ്ഞിട്ട് കൊളീഗിനോട് പറയുകയാണ് ചെയ്തത്, ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇതൊക്കെ പറയുമ്പം അവർക്ക് ശരിക്കും പറയും അവന് വട്ട, അല്ലെങ്കിൽ നമ്മളുടെ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു രീതിയിൽ എടുക്കുന്നതുകൊണ്ടാവണം പലരും പറയാത്തത്. പക്ഷെ ഇത് നമുക്ക് ഇവരൊക്കെ പറയുന്നത് നമ്മളെ എല്ലാം നമുക്കിതിപ്പം മരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ പോകണമല്ലോ. പോയിട്ട് തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യും വൺസ് വെൻ യു ആർ ഡെഡ്. അതിനു മുമ്പ് നമുക്ക് എന്തറിയാം, നമ്മളിനി ഭയപ്പെടണോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ബേസിക്കലി ഈ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് നമ്മൾ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് എ റിലീസ് ഫ്രം ദ ഒൺലി തിങ്. നമുക്ക് പോകുന്ന ആൾക്ക് ഒരു കുഴപ്പമില്ല. ഒൺലി തിങ് നമ്മളെ ഡിപ്പെൻഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഒരു അൺടൈംലി ഡെത്തൊക്കെ വരുമ്പം 40-ആം വയസ്സിലൊക്കെ മരിക്കുകയാണ്, അവർക്ക് 2 ഭാര്യയും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ പോകുന്ന ആൾക്ക് നോ പ്രോബ്ലം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഇങ്ങനത്തെ സ്റ്റഡീസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പൊതുവെ ഈ മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനത്തെ സ്റ്റഡീസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു സ്പിരിച്വൽ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ രംഗമാണ് എന്നുള്ളൊരു ചിന്താഗതി പൊതുവെ ഉണ്ടല്ലോ. മെഡിക്കൽ ഫീൽഡിലുള്ളവർ ജീവിക്കുന്നവരെ പറ്റിയും അവരെ എങ്ങനെ മരിക്കാതിരിക്കാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം എന്നുള്ള രീതിയിലാണല്ലോ കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ മെഡിക്കൽ ഫീൽഡിൽ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസും അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള സ്റ്റഡീസൊക്കെ ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എന്തുകൊണ്ടായിരിക്കാം ഇൻട്രസ്റ്റ് തോന്നാൻ കാര്യം? മെഡിക്കൽ ഫീൽഡിലുള്ളവർ നമുക്കിപ്പം പേഷ്യൻ്റ് ഒരു എക്സ്പീരിയൻസ് വന്ന് പറയുമ്പം നാച്ചുറലി അങ്ങനെയുള്ളവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ എല്ലാം നമ്മൾ മേജർ സ്റ്റഡീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ സായിപ്പന്മാരുടെ പേരൊന്നും എനിക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ പേര് പറയുന്നത്. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ്.
അപ്പം ഈ സ്കോട്ടിഷ് ഡോക്ടറൊക്കെ പറയുന്ന അവരൊക്കെ പല പേഷ്യൻസും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നാൽ ഇതിൻ്റെ എന്താണെന്ന് അറിയണമല്ലോ എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ സ്റ്റഡീസ് തുടങ്ങുന്നത്. പലര് പറയുമ്പം അപ്പം അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ അവരതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഞാൻ റിലീജിയൻ അല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ്, അതിന് മുമ്പ് എന്തായിരുന്നു, അതിന് ശേഷം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പറഞ്ഞ ബിലീഫാണ്. മറ്റേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അന്വേഷണമാണ്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പം ഈ പറയുന്ന സ്റ്റഡി നടത്തിയിരിക്കുന്നവരൊന്നും സ്പിരിച്വൽ ഒരു അൽറ്റിലുള്ള, അതായത് ആ രീതിയിൽ അന്വേഷിച്ചതല്ല. അവര് ഈ ഡോക്ടേഴ്സൊക്കെ അന്വേഷിച്ചത് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ, അപ്പം അതിൻ്റെ ഒരു കോമണാലിറ്റി എന്താണ്, അല്ലെ അതിനെ ഒരു ക്രോഡീകരിച്ച് അതിൻ്റെ ഒരു കോമൺ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് കൊണ്ടുവരാൻ നോക്കിയിട്ടിരിക്കുന്നവരാണ്. അപ്പം നാച്ചുറലി കുറേ പേര്, ഒരു 3-4 പേര് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരേ രീതിയിലുള്ള എക്സ്പീരിയൻസ് പറയുമ്പം നാച്ചുറലി നമുക്കൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ. അതിനുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത് ചില ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ്. ഞാൻ ഈ പറഞ്ഞ സ്കോട്ടിഷ് ഡോക്ടർ ഈ ലാൻസെറ്റ് പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന് ആണെങ്കിൽ ഈ കാർഡിയാക് ഐസിയുലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാർഡിയാക് ഐസിയുയിൽ റിസസിറ്റേഷൻ ഓറിയൻറ്റഡാണ്. വേറൊരു ഡോക്ടർ ആക്ച്വലി അദ്ദേഹം ഒരു റിസർച്ച് ഫൗണ്ടേഷൻ, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് റിസർച്ച് ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഈ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റാണ്. ക്യാൻസർ പേഷ്യൻസും ഇങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അവരിലാണ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. പിന്നെ ICUസിൽ ഡോക്ടേഴ്സ് നടത്തിയിട്ടുണ്ട്, എമർജൻസി മെഡിസിൻ. അതിപ്പം പറഞ്ഞ പോലെ ആക്സിഡൻസ് ഒക്കെ ആയിട്ട് വേഗം കൊണ്ടുവരുന്ന പേഷ്യൻസും അങ്ങനത്തെ വരുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആൾക്കാരിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. അപ്പം അതൊരു സ്പിരിച്വാലിറ്റി. അതിന് നമ്മൾ നമുക്ക് അറിയാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അറിയാൻ മേലാത്ത നമ്മളിപ്പം ഈ മെറ്റീരിയൽ കാര്യങ്ങളിലേ നമുക്കറിയുള്ളൂ. നമുക്കിപ്പം വലിയ ബിഗ് സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും, നമ്മൾ ഓൾമോസ്റ്റ് 95% ഓഫ് ദി മാറ്റർ ആൻഡ് എനർജി ഇൻ ദ ഹോൾ യൂണിവേഴ്സ് ഇസ് ബ്ലാക്ക് മാറ്ററും ബ്ലാക്ക് എനർജിയാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓൺലി 5% നമ്മൾ ഈ കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ലൈറ്റും നമ്മൾ ഈ കാണുന്ന മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടെന്നാണല്ലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ഇത് വരുന്നത്. സോ ഈ 95%നെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഈ 5% നമ്മൾ ഈ കാണുന്ന സാധാരണ മാറ്ററും എനർജിയും ഒക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി 5% ഓഫ് ദി യൂണിവേഴ്സ്. അപ്പം അതിനെക്കുറിച്ച് തന്നെ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പം അതിനപ്പുറത്തേക്കുള്ളതിനെക്കുറിച്ച് നമുക്ക് പോയി കണ്ട് അറിഞ്ഞിട്ട് വരാൻ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ളതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട്, അതായത് എല്ലാവരും പോകുന്നവരൊക്കെ ഹാപ്പി ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ജീവിക്കുന്നവർക്കും കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. കാരണം മരിച്ചു പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മൾ വലിയ നരകവും അവിടെ വലിയ തീയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ തോന്നുന്നത്. അതെ, അങ്ങനെയൊന്നും പേടിക്കാനില്ല. ഇതൊരു റിലീഫാണ്, അല്ലെ റിലീസാണെന്ന് തോന്നുമ്പം നമുക്ക് കുറച്ചും കൂടെ സമാധാനിക്കാം. എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഈ ഡോക്ടേഴ്സും അതുപോലെ പല ഈ എക്സ്പീരിയൻസ് പറയുന്നവരും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ തിരിച്ചു വന്നത് ഇത് ബാക്കിയുള്ളവരോട് പറയാനാണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ദർ ഇസ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് വട്ടെവർ ഉണ്ടെന്ന് ഇല്ലെന്ന് എന്താണേലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കാമെന്നാണ് അവരൊരു ഫൈനലി ഈ ഡോക്ടേഴ്സ് ആണേലും ഈ തിരിച്ചു വന്നവരാണേലും പറയുന്നത്, ഈ സ്റ്റഡീസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണേലും അതാണ് ഫൈനലി കൺവേ ചെയ്യാൻ നോക്കുന്നത്. ഇതാണ് അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇതിനകത്തെ ഉള്ള ഒരു 3-4 ഡോക്ടേഴ്സ് ഉണ്ട്. വേറെ 80s വേറെ ഓൾ ലീഡിങ്. അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വെരി കംഫർട്ടബിൾ ലൈഫാണ്. ഈ 80s 84, 85 ഒക്കെ ഉള്ള ഡോക്ടേഴ്സാണ്. ഒരു 40 yearsഉം 50 yearsഉം ഒക്കെ ഇതിന്റെ സ്റ്റഡീസുമായിട്ട് നടന്നിരിക്കുന്നവർ. സോ അത് കാണുമ്പോൾ നമുക്കും സമാധാനിക്കാം, സന്തോഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ എന്തിനാണെങ്കിലും കാണുന്നതും മനസ്സിലാക്കുന്നതും എടുക്കുന്നതും. അത് എല്ലാം നമുക്ക് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ യുത്തനേഷ്യ അല്ലെങ്കിൽ അസിസ്റ്റഡ് സൂയിസൈഡ് പോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. അപ്പം
ഈ ഇങ്ങനത്തെ നമുക്ക് അസുഖം വന്നു, ഇനിയിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എങ്കിൽ എന്നുള്ള രീതിയിൽ, അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡീസ് എന്തെങ്കിലും രീതിയിൽ വല്ല ഗുണം ചെയ്യുമോ? ഈ സ്റ്റഡീസ് ഇപ്പൊ പോലെ വെസ്റ്റേൺ കൺട്രീസിൽ പല രാജ്യങ്ങളിലും ഇപ്പം നമുക്ക് നമുക്ക് വേണ്ടാന്ന് തോന്നി നമുക്ക് മരിക്കാനുള്ള അവകാശമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പേടിക്കുന്നു. മരണത്തെക്കാളും പലരും പറയാറുണ്ട് മരണത്തെ അല്ല എനിക്ക് പേടി, കിടപ്പായി പോയാൽ ആരെന്നെ നോക്കും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് കഷ്ടപ്പാടാവുമല്ലോ. അല്ല നമുക്കറിയാലോ, ഒരു 90 95 ഒക്കെ കഴിഞ്ഞ് തീരെ മേലാതെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ശരിക്കും നമ്മൾ അതൊക്കെ റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മൾ ഈ യൂത്തനേഷ്യയെക്കുറിച്ചും ഒക്കെയുള്ള അവരവർക്ക് ഡീസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മതിയെന്ന് തോന്നുമ്പോൾ പോകാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് വലിയ കൂടിയ യോഗിമാർക്കൊക്കെ പറ്റുള്ളൂ. കാരണം അവർക്ക് എന്തോ രീതിയിൽ ഇപ്പം സമാധി പോലെ അവർക്ക് പോകാനുള്ള ഏറ്റവും എക്സ്ട്രീം സൂപ്പർ ഇതിലെത്തിയിരിക്കുന്ന യോഗീസിനൊക്കെ പറ്റുമെന്ന് പറയുന്നു. എനിക്കറിയില്ല. അപ്പം പറയും ഇങ്ങനെ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സമാധി പോലെ സെൽഫായിട്ട് പോകാമെന്നുള്ളത്. അവർക്ക് ഈ എക്സ്പീരിയൻസ് ചെയ്യാമെന്നും പറയുന്നു. അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്ന നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പലരും ബ്ലിസ്ഫുൾ പല നമ്മളുടെ ഇന്ത്യൻസിലാണല്ലോ ഒത്തിരി യോഗീസ് ഉള്ളത്. ഒത്തിരി കൂടിയായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് പോകാനും തിരിച്ചു വരാനും കഴിവുള്ളൂ. അവർ പറയുന്ന ബ്ലിസ്ഫുൾ ഒരു ഇതാണ്. അവർ ദിവസങ്ങളോളം ഒരു സമാധി സ്റ്റേജിലിരിക്കും. മരിച്ച സമാധിയല്ല, അല്ലാതെ അതിന് മുമ്പുള്ള നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്ന എല്ലാ സ്റ്റേജസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ എക്സ്പീരിയൻസിലേക്ക് പോകാനും തിരിച്ചു വരാനും പറ്റുന്ന ഒരു കപ്പാസിറ്റി ആണെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ യൂത്തനേഷ്യയുടെ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സിമ്പിളായിട്ട് ഇപ്പം നമ്മളൊരു അനസ്തീസിയ മെഡിക്കൽ ഫീൽഡ് ഒത്തിരി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരാൾക്ക് മരിക്കണം, അയാൾക്ക് വേദന സഹിക്കാൻ വയ്യ. അപ്പം ഇപ്പം നമ്മൾ എന്താ പാലിയേറ്റീവ് കെയർ എടുത്ത് പെയിൻ കില്ലേഴ്സ് കൊടുക്കുകയാണ്. അപ്പം ക്യാൻസറൊക്കെ വന്ന് വലിയ വേദനയും നോക്കാനും ആളിൽ എന്തോ ഒരു പേരാണ് കഷ്ടപ്പെടുന്നത്. ഈ കെമ്മിയുള്ള ഇതെല്ലാം എടുത്ത് 80-ആം വയസ്സിലും 70-ആം വയസ്സിലും ഇങ്ങനെ മുറിവും സ്മെല്ലും ഒക്കെ ആയിട്ട് കഴിയേണ്ടി വരുന്നുണ്ട്. ശരിക്കും അതിനൊക്കെ മുമ്പ് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസീസാണ്, നമുക്കൊരു ഓപ്പറേഷൻ ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്താനല്ല ചെയ്യേണ്ടത്. നമ്മളൊരു അനസ്തീസിയ എടുത്ത് അതിനകത്തുനിന്ന് പോകാൻ നമുക്ക് പറ്റണം. ദാറ്റ് ഈസ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് ഗോയിങ് ഔട്ട്. നമ്മൾ എല്ലാവരോടും ഹാപ്പി ബൈ പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ എന്തൊരു അനസ്തീസിയ. ശരിക്കും മെഡിക്കൽ ഫീൽഡ് അതിലേക്കും കൂടെ മെഡിക്കൽ നോളജ് ആ ഒരു യൂത്തനേഷ്യയുടെ ആ പോയിന്റിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ വാർദ്ധക്യവും രോഗങ്ങളും എല്ലാം കൂടി വരികയാണല്ലോ. അപ്പം ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് തന്നെ നമുക്കൊരു സഫറിങ് ആയിരിക്കും. പെയിനോട് കൂടി ജീവിക്കുന്നതിലും നല്ലത് നമുക്ക് അപ്പം അവർക്ക് ആ മെൻ്റലിയും പ്രിപ്പയർ ചെയ്ത് പോകാം. ഈവൻ നമ്മൾ ഈ ഫെസിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ നമ്മൾ ജഡ്ജ്മെന്റ് വഴി നമ്മൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുക എന്നൊക്കെ പറയുകയല്ലേ, മരണത്തിന് വിധിക്കുക എന്നുള്ളത്. അവിടെയും ഈ പോയിന്റുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് അത് അവരുടെ പലപ്പോഴും നമുക്ക് മനസ്സിലാവും ഒരാളൊരു വയലന്റ് ആവുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രിങ്ങിങ് അപ്പ് അവരുടെ ജെനറ്റിക്സും ആണ്, അത് അവരുടെ തെറ്റല്ല. അപ്പം അവർക്കൊരു കംഫർട്ടബിൾ, ഈവൻ മരണത്തിന് വിധിക്കപ്പെട്ടവരാണെങ്കിലും അവർക്കൊരു കംഫർട്ടബിൾ ഡെത്ത് കൊടുക്കാൻ എന്നുള്ളത് ഒരു ഹ്യൂമാനിറ്റേറിയൻ, നമ്മളുടെ ഒരു മനുഷ്യൻ നന്മയാണ്, മനുഷ്യൻ ലവ് ആണെന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, അതും കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ അമേരിക്കയിൽ കണ്ടു, ഇപ്പം റീസെൻ്റ്ലി നൈട്രജൻ വെച്ച് സഫോക്കേറ്റ് ചെയ്ത് ഒരു മനുഷ്യനെ ഒരു മരണത്തിന് വിധിച്ച് അവിടുത്തെ എന്തോ ഈ കെമിക്കൽ ലീത്തൽ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്താണ് കൊല്ലാൻ നോക്കുന്നത്. അതിനകത്ത് മരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടേഴ്സിനൊന്നും ഈ കില്ലിങ്, അതായത് ഈ ഡെത്ത് പെനാൽറ്റിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. സോ നേരെ ചെയ്യാൻ അറിയാൻ മേലാത്ത ആളാണ് ഈ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പോയിസൺ ഇഞ്ചെക്ട് ചെയ്തിട്ട് അയാൾ സർവൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അയാളെ ഇത് ചെയ്യാനായിട്ട്
അയാൾക്ക് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എയറിലുള്ള ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ആണുള്ളത്. നൈട്രജനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ നൈട്രജൻ മാത്രം അയാൾക്ക് മാസ്ക് വെച്ച് കൊടുത്ത് അയാളെ കൊല്ലുന്ന ഒരു ഇതാണ്. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹ്യൂമൻ ആണെന്ന് വേണം പറയാൻ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനസ്തീസിയ പോലെ കൊടുത്തിട്ട് അവർക്കൊരു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരുമ്പം 4ഉം 5ഉം ഒരു ലേഡിക്ക് തന്നെ ഈ IVF ഒക്കെ ചെയ്ത് 5ഓ 6ഓ ഫീറ്റസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് 5ഉം 6ഉം ഒക്കെ ഫീറ്റസ് വന്നു കഴിയുമ്പം അത് വളരാൻ പറ്റൂലല്ലോ. അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ ഫീറ്റൽ റിഡക്ഷൻ ചെയ്യും. ഈ ഫീറ്റൽ റിഡക്ഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിൽ കൂടെ നോക്കിയിട്ട് ഈ 8 ആഴ്ചയൊക്കെ 8 ആഴ്ച 9 ആഴ്ചയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഫീറ്റൽ റിഡക്ഷൻ ചെയ്യുന്നത്. 5ഓ 6ഓ കുട്ടികളുണ്ടെന്നുണ്ട്. അത് നമ്മൾ അതിലേക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ കൂടെ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന ഫീറ്റസിനെ വെച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഹാർട്ടിലേക്ക് ഒരു പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞ് നമ്മൾ പൊട്ടാസ്യം മെഡിസിൻ പോലെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന അത് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. ഈ പൊട്ടാസ്യം ചെന്ന് കഴിയുമ്പോൾ ഹാർട്ട് പെട്ടെന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫീറ്റൽ റിഡക്ഷൻ ചെയ്യുന്നത്. ആ സെയിം മെത്തഡോളജി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ഹ്യൂമാനിറ്റേറിയൻ ആവും ശരിക്കും പറഞ്ഞാൽ. അസുഖം വെച്ച് മരിക്കാനായിട്ട് മരണം കാത്തു കിടക്കുകയും വേദനിച്ച് മരണം കാത്തു കിടക്കുകയും അതുപോലെ തന്നെ പെനാൽറ്റി അവർ മേ ബി ഒരാൾ അയാൾക്ക് മറ്റുള്ളവർക്ക് ത്രെറ്റ് ആയിരിക്കും സൊസൈറ്റിയിൽ. അപ്പം ചിലപ്പോൾ ഇപ്പം പീഡോഫീലിയ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന ആൾക്കാരെയൊക്കെ അവർ സൊസൈറ്റിക്ക് ഒരു ഇതായിരിക്കും. അവർ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു അല്ലെങ്കിൽ മറ്റു ഇങ്ങനെ സീരിയൽ കില്ലർ പോലെയുള്ളവർ അവരെയൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇതായിരിക്കും. അപ്പം പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് മരണം കൊടുക്കുകയാണെങ്കിലും അത് നമ്മളൊരു അനസ്തീസിയയിൽ അണ്ടർ അനസ്തീസിയയിൽ ചെയ്യുകയാണെങ്കിൽ എന്തൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമുക്ക് നമുക്ക് നമ്മുടെ പിന്നെ നമ്മൾ മരണത്തെക്കുറിച്ച് ലൈഫിനെ കുറിച്ച് നമ്മൾ ഫിയർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരു എല്ലാവരും നമ്മൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് അനസ്തീസിയ എടുക്കാൻ പോകുന്നുണ്ടല്ലോ. അതോടുകൂടി നമ്മൾ പോവുകയാണ്. ആ വേദനയില്ലാതെ നമ്മൾ മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലും ഒത്തിരി നമ്മുടെ സൊസൈറ്റി ഒത്തിരി ഡെവലപ്പ് ചെയ്യണം അങ്ങനത്തെ ഒരു നിലയിലേക്കൊക്കെ വരാൻ. പക്ഷെ അതൊക്കെ പോസിബിൾ ആണ്. ശരിക്കും ഈ മെഡിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ പെനാൽറ്റി കില്ലിങ് അല്ലെങ്കിൽ എന്താ ഡെത്ത് സെന്റൻസിനെ കുറിച്ചാണെങ്കിലും അതുപോലെ ഈ കഷ്ടപ്പെടുന്ന ഇതില്ലാതെ ജീവിക്കുന്ന, അതായത് ഒരു കംഫർട്ടബിൾ അല്ലാതെ ജീവിക്കേണ്ടി വരുന്നവർ, അല്ലെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പം തീരെ എന്താ നമുക്ക് ഒരു പരസഹായം ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നവർ, അങ്ങനത്തെയൊക്കെ ഉള്ളതിൽ നമ്മളിത് ഡെഫിനറ്റ്ലി ആലോചിക്കേണ്ട കാരണം അവർക്കൊരു റിലീഫ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ ആണ്. പക്ഷെ എന്താണ് അതിപ്പം ഓരോരുത്തരും അവനവൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അവരവരുടെ നോളജിൽ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. പലർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പലർക്കും ഇത് ഒത്തിരി പേര് ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിലും പലരും പോയി ഇങ്ങനെ യൂസനേഷ്യയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോയി പക്ഷെ ഈ പ്രായമൊക്കെ ആയി അസുഖമായിട്ട് യൂസനേഷ്യ അന്വേഷിച്ച് മറ്റു രാജ്യത്തേക്കൊന്നും പോകാൻ പലർക്കും സാധിച്ചെന്ന് വരികയില്ല. അതൊക്കെ വെരി ഹൈലി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ മുകളിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. സാധാരണക്കാരനും അത് കിട്ടേണ്ടതാണ്. ഇപ്പം ഈ ഏജിങ് പോപ്പുലേഷൻ, ദാറ്റ് ഈസ് പ്രായമായിട്ടുള്ളവരുടെ പോപ്പുലേഷൻ കൂടുന്ന ഒരു സാഹചര്യമാണല്ലോ പൊതുവെ കാണുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഏജിങ് പോപ്പുലേഷൻ കൂടുമ്പോൾ ഇപ്പം ഇങ്ങനെ ഈ യൂത്തനേഷ്യയോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറോ അല്ലെങ്കിൽ ആഫ്റ്റർ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസോ ഇത് എല്ലാം കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള അറിവുകൾ ചെല്ലേണ്ട ആവശ്യം ഇല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പ്രായമായി കഴിയുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഫിയറാണ്, മരണത്തെക്കുറിച്ചുള്ള ഫിയർ. അപ്പം മക്കളൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിലെ സ്റ്റേജ് അറിയാമല്ലോ. മക്കളൊക്കെ അമേരിക്കയിലോ 2 പേരും 2, 3 പേരുണ്ട്, 4 പേരുണ്ട്, 4 രാജ്യത്തായിരിക്കും. ആരും തന്നെ കൂടെ കാണുകയില്ല. അപ്പം പലരും പക്ഷെ ഒത്തിരി കൂളാണ് കേട്ടോ. അത് വലിയ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് ഫിയർ ചെയ്യുന്നത്? ശരിക്കും ഒരു 60 വയസ്സ് കഴിഞ്ഞ് മക്കളൊക്കെ ഒരു പൊസിഷനിലെത്തി. അപ്പം പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും വറി ചെയ്യേണ്ട കാര്യമില്ല.
അപ്പം മരണത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഇപ്പൊ രാത്രി പലർക്കും രാത്രി കിടന്നുറങ്ങാൻ പേടിയാ. രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനങ്ങ് മരിച്ചു പോയാലോ, ഞാൻ നാളെ എഴുന്നേറ്റ് നമ്മളെന്തിനാ പേടിക്കുന്നെ? എന്താണേലും നമുക്ക് 100% ഉറപ്പുള്ള ലോകത്ത് ഒരൊറ്റ കാര്യമുള്ളൂ. എപ്പോഴെങ്കിലും മരിക്കും എന്നുള്ളത്. നമുക്കിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന നമ്മള് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അതാണ് നമ്മളുടെ ലൈഫിന്റെ പ്രത്യേകത അതാണല്ലോ. നെക്സ്റ്റ് മിനിറ്റ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇത് നമ്മുടെ കൺട്രോളിലല്ല അത്. അപ്പം മരണം എപ്പോഴെങ്കിലും വരും. അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്തു തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്തു തീർക്കുക. എന്താണേലും ഒരു 60 നമ്മളുടെ ഒരു 90, 80 ഒക്കെ ആണല്ലോ. മാക്സിമം 100 ഇയേഴ്സ് ആണല്ലോ നമ്മൾ. കുറച്ച് പേര് സെറ്റിൽനെസ് ഒക്കെ ഉണ്ടാവും. എന്നാലും അത്രയൊക്കെയാണ് നമ്മളുടെ. പക്ഷെ നമ്മളൊരു ഹെൽത്തി ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 60 വയസ്സ് വരെയെങ്കിലും നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ, അസുഖമൊന്നും ഇല്ലാതെ. പക്ഷെ ഇപ്പൊ നമ്മൾ 40-ആം വയസ്സിലും 30-ആം വയസ്സിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും അതിന്റെ ഒരു ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് മുഴുവൻ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടാണ്. മരുന്നും അതുപോലെ തന്നെ ക്യാൻസർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാൻസറിന്റെ എതിലേലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഓർഗൻ തന്നെ എടുത്തു കളയുക എന്നുള്ളതാണ്. അത് എടുത്തു കളയുക മാത്രമല്ല, ഇപ്പം തൈറോയിഡിൽ ഒരു ചെറിയൊരു മുഴ വന്നാൽ അപ്പം തന്നെ സ്ഥിതി ചെയ്ത് നോക്കും. അതിനൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു പല തൈറോയിഡിന്റെ ഇപ്പം ഞാൻ കാണാറുണ്ട് പലപ്പോഴും പല തൈറോയിഡ് ക്യാൻസേഴ്സിന്റെ എന്താണെന്ന് വെച്ചാൽ അത്ര ഒന്നും അഗ്രസീവായിട്ട് പെട്ടെന്ന് വളരുന്നതല്ല. അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതൊക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്നതാണ്. പക്ഷെ എന്തെങ്കിലും കൊണ്ട് ഇച്ചിരി കണ്ടെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് എടുത്തു കളയുക എന്നുള്ളതും തൈറോയിഡിന്റെ കാര്യത്തില. പ്രോസ്റ്റേറ്റിന്റെ കാര്യത്തിൽ പിന്നെ എടുത്തു കളയാനേ പറ്റത്തുള്ളൂ. തൈറോയിഡിന്റെ കാര്യത്തിലാണെങ്കിൽ എടുത്തു കളഞ്ഞു വെച്ചിട്ട് പിന്നെ ഒരു തൈറോയിഡ് ഐഡിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു റേഡിയോ ആക്റ്റീവ് ഐഡിൻ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ആണത്. അതുകൂടെ കൊടുക്കും. ഇപ്പൊ ബ്രസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ചെറിയൊരു മുഴയുടെ ഒരു സംശയം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ ബ്രസ്റ്റ് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ബ്രസ്റ്റ് പിന്നെ ഒരു എന്താ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ ഒരു പാർട്ട് കൊണ്ടുപോയി അങ്ങോട്ട് മാറ്റി വെക്കുന്നേ ഉള്ളൂ. അപ്പോഴും അവിടെ മറ്റുള്ള ഭാഗത്ത് അതിൻ്റെതായ കുറവുകൾ വരും. അത് ചെയ്യുക. പിന്നെ ഹോൾ ഏരിയ റേഡിയേഷൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പി ചെയ്യുക. അവിടെ ക്യാൻസറിന്റെ മിച്ചം ഒന്നും ഇല്ലെന്നറിഞ്ഞാൽ പോലും ഇതെല്ലാം ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചും കൂടെ ഇതിന്റെ ഒന്നും നമ്മൾ മരുന്നിന്റെ ഓപ്പറേഷന്റെ കുറവുകൊണ്ടൊന്നും അല്ലല്ലോ ഈ ക്യാൻസർ ഒന്നും ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രോബ്ലം കൊണ്ടാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഒന്നെങ്കിൽ ടോക്സിൻസ് കൂടി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ഫുഡായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ എക്സസൈസ് ഉണ്ടാവില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ക്യാൻസർ വരുന്നത്. പിന്നെ അത് യങ്സ്റ്റേഴ്സിൽ ക്യാൻസർ വരുന്നത് നമുക്ക് പിന്നെ നമ്മൾ അഗ്രസീവ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ 70-80 വയസ്സുള്ളവർക്ക് പോലും നമ്മൾ ഈ റാഡിക്കൽ സർജറി എന്ന് ക്യാൻസർ സർജറീസ് എല്ലാം റാഡിക്കൽ സർജറിയാണ് ചെയ്യുക. റാഡിക്കൽ സർജറി എന്ന് പറഞ്ഞാൽ ആ ക്യാൻസർ അവിടെ വന്നു, ആ പാർട്ടും അതിന് ചുറ്റുമുള്ളതും പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിംഫ് നോഡ്സ്, ദാറ്റ് ഈസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ എടുത്തു കളയുക. പിന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് കീമോതെറാപ്പി എടുക്കുക. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ 3-4 മെഡിസിൻസ് ആയിരിക്കും പലപ്പോഴും എടുക്കുന്നത് ഒറ്റൊരു ഇതിനായിട്ട്. അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ സഫറിങ് അതും 10-70 വയസ്സുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തിനും നമ്മൾ അത്രയും നമ്മൾ എന്തിനവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്, എന്തിനവരെ കഷ്ടപ്പെടുത്തുന്നു എന്നാണ്. ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഷ്ടപ്പാടാണ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഓൾഡ് ഏജിലൊക്കെ നമ്മൾ ഈ 70-80 വയസ്സുള്ളവർക്കൊക്കെയാണ് ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുന്നത്. ഫൈനലി എന്താണേലും കാർഡിയോ പൾമണറി അറസ്റ്റ് വെച്ച് മരിക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും. ഫൈനലി ഹാർട്ടും ഇതുമാണ്. അപ്പൊ 80-ആം വയസ്സിൽ നമ്മൾ ബൈപ്പാസിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഈസി ആയിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു മരുന്നും ഇല്ലാതെ ജീവിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഉള്ള മരുന്നും കഴിച്ച് കുറേ കെട്ടുകണക്കിന് മരുന്നാണ് ഓരോ ദിവസവും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഓരോരുത്തരും കഴിക്കുന്ന മരുന്നിന്റെ കണക്ക് കണ്ടു കഴിഞ്ഞാൽ. 10-30 ഗുളികകളായിരിക്കും. 3-4 നേരമായിട്ട് ഈ ഗുളികയെല്ലാം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അത്രയധികം കെമിക്കലുകളില്ലേ ചെല്ലുന്നത്. ഇതെല്ലാം താങ്ങാൻ നമ്മുടെ ഇൻഡസ്ട്രീനും നമ്മുടെ ബോഡിക്കും, അതും ഇത്രയും പ്രായമായവര്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നുള്ളതാണ്. നമ്മൾ ഈ മരണത്തെ പേടിച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ഈ സഫറിങ്ങിനെ പേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ ലൈഫ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയമേ പോകാനുള്ള തീരുമാനം എടുക്കാനും കൂടെയൊക്കെ പറ്റുന്നത്. അതായത് നമുക്ക് തന്നെ പറ്റൂലല്ലോ, അതിന് മെഡിക്കൽ ഹെൽപ്പ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പം മെഡിക്കൽ ഹെൽപ്പും നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഒക്കെ അതിലേക്ക് വളരുന്ന ഒരു കാലം ഒരുപക്ഷെ വരുമായിരിക്കും.
ഇപ്പം നമ്മൾ പൊതുവെ കാണുന്നത് ഈ ഓൾഡ് ഏജ് പാലിയേറ്റീവ് കെയർ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഈ മറ്റേ പ്രായമാവും തോറും നമ്മളുടെ ഈ മെൻ്റൽ ഹെൽത്തും വല്ലാതെ എഫക്റ്റഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ആ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുറേയും കൂടെ നേരത്തെ തന്നെ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് ഈ തുടർച്ചയായിട്ട് മെഡിക്കേഷൻ ആവശ്യം വരുന്നത് കൊണ്ടാണെന്നാണ്. അപ്പോൾ ഈ തുടർച്ചയായിട്ട് മെഡിക്കേഷൻ ആവശ്യം വരുന്നത് എത്രമാത്രം ഒരാളുടെ മറ്റേ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്? മെഡിക്കേഷൻ വരുന്നത് തന്നെ അസുഖം വന്നിട്ടാണല്ലോ. നമ്മളുടെ ഇപ്പം ഇവിടുത്തെ നമ്മൾ അസുഖം എടുത്തു കഴിഞ്ഞാൽ ഏതാ? ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും. ഈ 3 അസുഖം വന്നിട്ടാണ് ബാക്കിയുള്ള അസുഖങ്ങളിലേക്ക് മിക്കവാറും പോകാറുള്ളത്. 90% രോഗമുള്ളവർക്കും അല്ലാതെ യങ്സ്റ്റേഴ്സ് പ്രായമായിട്ട് ഉള്ളവർക്ക് എല്ലാം ഡയബറ്റീസ് ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും. ഇതിനെല്ലാം മരുന്നെടുക്കുന്നുണ്ടാകും. ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും നമ്മുടെ ബ്രെയിനെയാണ് ഏറ്റവും ദോഷമായിട്ട് ബാധിക്കുന്നത്. അതുപോലെ കൊളസ്ട്രോളും. ഈ കൊളസ്ട്രോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ രക്തക്കുഴലുകളെ അടയ്ക്കും. അതായത് ആത്രോസ്ക്ലീറോസിസ് വരും. അതിനാണല്ലോ നമ്മൾ ഈ സ്റ്റെൻ്റൊക്കെ ഇടുന്നത്. പിന്നെ ഡയബറ്റീസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യും. അതുകൊണ്ടാണല്ലോ കിഡ്നിയും നമ്മുടെ കണ്ണിനും കാഴ്ചക്കുറവും അതുപോലെ തന്നെ ബ്രെയിനിലെ രക്തക്കുഴലുകളാണ് ഏറ്റവും ജെന്റിലായിട്ടുള്ളത്. അവർക്ക് അതിൻ്റെ കുഴപ്പം വരും. അപ്പം പിന്നെ BP, പ്രഷർ കൂടുന്നതും നമ്മുടെ രക്തക്കുഴലുകളെ. അപ്പം ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ നെർവ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പം ഏതെങ്കിലും കാര്യത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? ആദ്യത്തെ കൾപ്രിറ്റ് നമ്മുടെ രോഗം തന്നെയാണ്. അതായത് ഗ്ലൂക്കോസ് കൂടുന്നു, നമ്മുടെ ഉള്ളിലെ കൊഴുപ്പ് കൂടുന്നു. ഗ്ലൂക്കോസും കൊഴുപ്പും നമ്മുടെ ഹോർമോണൽ ഇംബാലൻസും ഇതെല്ലാം കൂടെ കൂടി നമ്മുടെ ഈ കൊളസ്ട്രോളൊക്കെ കൂടി അതിൽ നമ്മളുടെ ആ ഹോർമോണൽ ബാലൻസ് തെറ്റുമ്പോൾ നമ്മുടെ ബോഡിയിലെ കെമിക്കൽ ബാലൻസ്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഓരോ സെല്ലും ഓരോ കോശവും ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അതിനകത്ത് വരുന്ന കുഴപ്പങ്ങൾ കൊണ്ടാണ് നമ്മളുടെ എല്ലാ രോഗങ്ങളും വരുന്നത്. അതിന് ശരിക്കും അതെങ്ങനെയാണ് അത് പോകേണ്ടത്? ശരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും നമ്മളുടെ എയറിൽ നിന്നും നമ്മളുടെ വാട്ടറിൽ നിന്നും ഉള്ള കാര്യങ്ങൾ വെച്ചാണ് ഈ കെമിക്കൽ ഫാക്ടറി വർക്ക് ചെയ്യേണ്ടത്. അപ്പം അതിൽ വരുന്ന ഇംബാലൻസ് ആണ് രോഗത്തിനെല്ലാം കാരണം. ശരിക്കും നമ്മൾ അത് കറക്റ്റ് ചെയ്താൽ മതി. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാത്ത ഒരു പ്രശ്നങ്ങളും തന്നെ നമുക്കുണ്ടാവില്ല. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് സെൽഫ് റിപ്പയർ കപ്പാസിറ്റി ഉണ്ട്. ആ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഡിഫൻസ് മാത്രമല്ല, നമ്മുടെ ഹീലിംഗ് അല്ലെങ്കിൽ രോഗമുക്തി തരുന്നതും രോഗത്തെ പ്രതിരോധിക്കുന്നതും രോഗമുക്തി തരുന്നതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതിന് വേണ്ടത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രോഗമാണെങ്കിലും മാറുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് ഇറിപ്പയറബിൾ ആണ്. ഇറിപ്പയറബിൾ ആണെങ്കിൽ പിന്നെ അതായത് നമ്മളുടെ ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഹാർട്ടൊക്കെ വീക്ക് ആയിട്ടുണ്ടാവും. നമ്മളിതൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ ബൈപ്പാസ് ഒക്കെ പറഞ്ഞ പേഷ്യൻസും സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞ പേഷ്യൻസും അല്ലെ ബൈപ്പാസും പറഞ്ഞ് സ്റ്റെൻറ്റ് വിട്ടു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർ പോലും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനും കറക്റ്റായിട്ടുള്ള എക്സസൈസും ഇട്ട് കഴിഞ്ഞാൽ അവർ സ്മൂത്തായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് നടക്കാൻ പറ്റും. എന്ന് കരുതി അവർക്കെല്ലാം എറ്റേണൽ ലൈഫ് വരുമെന്നല്ല, പക്ഷെ മരുന്നൊന്നും ഇല്ലാതെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. മരുന്നൊന്നും ഈസി ആയിട്ട് നമുക്ക് മരുന്നിൽ നിന്നെല്ലാം മാറി ജീവിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അറ്റ് എനി ടൈം നമ്മൾ പോകാമെന്നുള്ള ഒരു, കാരണം അത് ഏത് രീതിയിലും വരാമല്ലോ. രോഗം കൊണ്ട് മാത്രം വരണമെന്നില്ല. ആക്സിഡൻസ് വരാം, നാച്ചുറൽ കലാമിറ്റീസ് വരാം, ഇല്ലേ? വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ ഒക്കെ വന്നാലും നമുക്ക് പോകാം. പക്ഷെ അപ്പം നമ്മൾ അതിനും പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു മെൻറ്റാലിറ്റി. ഇപ്പം നമുക്ക് മരിച്ചു കഴിയുമ്പം അല്ലെ മരണം എന്ന് പറയുന്ന ഒരു എസ്കേപ്പാണ് അല്ലെങ്കിൽ ഒരു കംഫർട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള ഈ നിയർ ഡെത്ത് സ്റ്റഡീസ് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളെ ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മരണത്തെ ഭയക്കേണ്ടതില്ലെന്നാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ കുറച്ചും കൂടെ ജീവിതം നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മരണത്തെ ഭയപ്പെടുക അല്ലെ ആഫ്റ്റർ ലൈഫ് എന്താണെന്നുള്ള ഫിയറിനെ കുറിച്ചും നമുക്ക് പേടിയില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ജീവിതം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവും. അതിനാണ് നമ്മൾ ഈ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത്.
അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇത് പറയാൻ തന്നെ കാരണം തന്നെ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ചും എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ തന്നെ കാരണം അത് ആൾക്കാരിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആൾക്കാരുടെ ഫിയറും ഒക്കെ ഒന്ന് മാറാൻ നമ്മൾ ഇപ്പം ഇത് ഞാനീ പറഞ്ഞെടുക്കണ്ട നമ്മൾ ഓരോരുത്തരും ഈ ഇത്തരം സ്റ്റഡീസിനെ കുറിച്ചും കൂടെ മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പം മലയാളത്തിൽ എനിക്കധികം ഉണ്ടോയെന്ന് അറിയില്ല. ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇത്തരം സ്റ്റഡീസ് നടത്തിയ ഡോക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ട്, അവരുടെ പുസ്തകങ്ങളുണ്ട്, അവരുടെ സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ട്. ഈ പറഞ്ഞ നല്ല സൈക്യാട്രിക് ജേർണൽ, പല സയൻറ്റിഫിക് ജേർണലുകളിലും തന്നെ ധാരാളം പബ്ലിക്കേഷൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊന്നും നമ്മൾ ജസ്റ്റ് തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല. ഇതിനെക്കുറിച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.